السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. ഏറെ ബഹുമാന്യരായ സീറ പഠിതാക്കളെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുജീവിതം, തിരുസീറ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പുലർത്താനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജറ 9 നമ്മളിപ്പോഴും ഉള്ളത്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി ഹിജറ 9-ാമത്തെ വർഷത്തിൽ തന്നെയാണ്. ആമുൽ വഫൂദ് എന്നറിയപ്പെട്ട വർഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായി. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വർഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ ഗസ്വത്തിനു വേണ്ടി പ്രവാചകൻ തയ്യാറെടുക്കുന്ന വർഷം. ആ ഗസ്വത്തു തബൂക്ക് യുദ്ധം നടക്കുന്ന വർഷം. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈന്യം 30,000-ഓളം വരുന്ന ആളുകൾ പലവിധ ഗോത്രങ്ങളിൽ നിന്ന് വന്നു ചേർന്ന ഗസ്വത്തുൽ ഉസ്റ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു സാഅത്തുൽ ഉസ്റ, കാഠിന്യത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ സമയം, കാലഘട്ടം, ബുദ്ധിമുട്ടിൻ്റെ സൈന്യം, ഉസ്റത്തിൻ്റെ സൈന്യം എന്നൊക്കെ അല്ലാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ വിശേഷിപ്പിച്ച ആ ഒരു വർഷം, ആ ഒരു യുദ്ധം നടന്ന വർഷം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വാഹന സൗകര്യമില്ലാതെ അല്ലെങ്കിൽ യുദ്ധത്തിന് പോകാനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ലാതെ വളരെ വിഷമഘട്ടത്തിൽ കടന്നു വന്ന സ്വഹാബിമാരെക്കുറിച്ച്, ഈ സൈന്യത്തിൽ ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഈ ഒരു വലിയൊരു ദൗത്യത്തിൽ പങ്കാളിയാകാൻ തൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മുസ്ലിങ്ങളിൽ നിന്ന്, ഈ പറഞ്ഞ സൈന്യത്തിൽ നിന്ന്, മുസ്ലിം പൊതു സമൂഹത്തിൽ നിന്ന് ആർക്കെങ്കിലും എന്നോടെന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ, എന്നെ ആരെങ്കിലും ആക്രമിച്ചെങ്കിൽ, എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പണം തിരിച്ചു തരാനുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പുറത്ത് മാപ്പാക്കി കൊടുത്തിരിക്കുന്നു. അത് ഞാൻ ഈ ഒരു സൈന്യത്തിന് ഞാൻ അർപ്പിക്കുന്ന എൻ്റെ സംഭാവനയാക്കിയിരിക്കുന്നു എന്ന് രാത്രി നമസ്കാരത്തിൽ പ്രാർത്ഥിച്ച സ്വഹാബിയെയും പിറ്റേന്ന് രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് ശേഷം സ്വീകരിക്കപ്പെട്ട സദഖയായി ആ മനുഷ്യനെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇന്നലെ രാത്രിയിലെ ആ മുത്തസദ്ദിഖ്, ആ സ്വതക്ക നൽകിയവൻ എവിടെ എന്ന് ചോദിച്ച് എഴുന്നേൽക്കാൻ പറയുകയും അയാളുടെ സ്വതക്ക അള്ളാഹു സ്വീകരിക്കപ്പെട്ട സ്വതക്കകളിൽ എഴുതപ്പെട്ടു എന്ന് അയാളെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്ത സംഭവമൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇതുപോലെ തന്നെ അശ്അരി ഗോത്രത്തിൽപ്പെട്ട തൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, ഇവരൊക്കെ ചേർന്ന് ഇതുപോലെ സമാനമായൊരു പ്രശ്നം അനുഭവിച്ച ഒരു സംഭവം കൂടി ഇതേ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. ഇവർക്കും വാഹനങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലായിരുന്നു. സ്വന്തമായി ഏതെങ്കിലും രൂപത്തിൽ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കൈവശം വാഹനങ്ങളൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. പ്രവാചകൻ പറഞ്ഞു, യാ നബി അല്ലാഹ്, ഇന്ന അസ്ഹാബി അർസലൂനി ഇലൈക ലിതഹ്മിലഹും. എൻ്റെ കൂട്ടുകാർ, എൻ്റെ ഗോത്രക്കാരായ അശ്അരികളായ ആളുകളൊക്കെ റസൂലെ നിങ്ങളുടെ അടുത്തേക്ക് എന്തെങ്കിലും അവർക്ക് പോകാനായിട്ടുള്ള വാഹനം വല്ലതും നിങ്ങളുടെ കൈവശം ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ വേണ്ടി എന്നെ അയച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി ല അഹ്മിലുക്കും അലാ ഷൈഇൻ, ഇല്ല, അള്ളാഹുവാണ്
നിങ്ങൾക്ക് വാഹനമായി തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കൊന്നും നിങ്ങളോട് തരാനില്ല. അങ്ങനെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സത്യം ചെയ്തൊക്കെ പറയുന്ന ഈ ഒരു കഠിനത നിറഞ്ഞ ഈ ഒരു വാക്കുകൾ ഒന്നും പ്രവാചകൻ്റെ അടുത്തില്ല. അള്ളാഹുവാണ്, ഒരു വസ്തുവും എൻ്റെ അടുത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ബുദ്ധിമുട്ടിച്ചില്ല. വളരെ വിഷമത്തോടു കൂടി അദ്ദേഹം തിരിഞ്ഞു നടന്നു. പിന്നെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് വീണ്ടും ആവർത്തിച്ചാൽ റസൂലിന് എന്തെങ്കിലും മനസ്സിൽ വൈമനസ്യം തോന്നുമല്ലോ, ഒരു ദേഷ്യം തോന്നിയാലോ എന്ന് കരുതി അദ്ദേഹം തിരിഞ്ഞു നടന്നു. അപ്പോൾ പിന്നീട് ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ അടുത്തെത്തി. പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രവാചകൻ്റെ അടുത്തേക്ക് വിളിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പിന്നീട് ലഭിച്ച വാഹനങ്ങളിൽ നിന്ന് ഇവർക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യഹ്മിലുക്കും അലാ ഹഉലാ, അള്ളാഹു നിങ്ങളെ ഈ വാഹനം നിങ്ങൾക്ക് ഈ സൗകര്യം ഒരുക്കി തന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾ ഉപയോഗിച്ചു കൊള്ളൂ എന്ന് പറയുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകരെ നിങ്ങൾ സത്യം ചെയ്തുകൊണ്ട് ഒന്നുമില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സത്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ പിന്നെ സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പാടില്ലല്ലോ, അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്താൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അത് ഇസ്ലാമിൽ നമ്മളും എന്തെങ്കിലും ശപഥം ചെയ്താൽ, സത്യം ചെയ്താൽ, പിന്നീട് അതിനേക്കാൾ ഖൈറായ ഒരു കാര്യം കണ്ടാൽ നമുക്കെന്ത് ചെയ്യാം, ആ സത്യത്തെ മുറിച്ചുകൊണ്ട് അതിന് കഫാറത്ത് കൊടുത്തുകൊണ്ട് അതിനേക്കാൾ ഖൈറായ കാര്യമാണെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഏതൊരു കാര്യം ഞാൻ സത്യം ചെയ്തുവോ എന്നാൽ അതിനേക്കാൾ ഖൈറായത് ഞാൻ പിന്നീട് കാണുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആ സത്യത്തെ മുറിക്കുകയും ആ ഖൈറായ കാര്യത്തെ ഞാൻ എടുക്കുകയും ചെയ്യും എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹല്ലലഹ, ആ സത്യത്തിൻ്റെ കഫാറത്ത് എന്താണെന്ന് വിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് കാണാൻ കഴിയും. 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ അടിമ മോചിപ്പിക്കുക, നോമ്പ് തുടങ്ങിയ ആ കഫാറത്തിൻ്റെ ഒരു ഇതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സത്യം ചെയ്യലിൻ്റെ കഫാറത്തിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഒരു സത്യം ചെയ്യലിൻ്റെ ഒരു കഫാറത്ത് എന്നുള്ള സംഭവം ഈ രൂപത്തിൽ ഉണ്ടായിരുന്നു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച സംഭവമാണ്. ഇനി ഈ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് കുറേ ആളുകൾ പിന്തിരിഞ്ഞു നിന്നു, മുനാഫിക്കുകളായ ആളുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അതിൽപ്പെട്ട ആറാബികളായ ചില ആളുകൾ, ആറാബികൾ ഗ്രാമീണരായ നിഫാഖ് ഉള്ള കുറേ ആളുകൾ ഈ പറഞ്ഞ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകാൻ വേണ്ടി അവർക്ക് മനസ്സിലായിരുന്നു. അവരൊന്ന് പ്രവാചകൻ്റെ അടുത്ത് പല ന്യായങ്ങളും പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ന്യായങ്ങളൊന്നും സ്വീകരിച്ചില്ല. എങ്കിലും അവസാനം അവർ പറയുന്ന കാര്യങ്ങൾ വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പ്രവാചകൻ അവർക്ക് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അനുവാദം കൊടുത്തു. അവരുടെ ഇങ്ങനെ തുടർച്ചയായുള്ള ആവശ്യം കാരണം അത് ഏകദേശം 82ഓളം ആളുകൾ അങ്ങനെ ഈ അറാബികളായ പ്രവാചകനോട് ഇങ്ങനെ പറഞ്ഞ് ഇല്ലാത്ത ന്യായം പറഞ്ഞ് റസൂലിനോട് ഇങ്ങനെ ഒരു അനുവാദം ഇങ്ങനെ പ്രേരണ ചെലുത്തി വാങ്ങി എന്ന് കാണാൻ കഴിയും. സൂറത്ത് തൗബയിൽ 43 മുതൽ 45 വരെയുള്ള ആയത്തുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. സൂറത്ത് തൗബയാണ് തബൂക്ക് യുദ്ധത്തിനെ പറ്റി ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട റെഫറൻസ്. തൗബയിലാണ് അധിക ആയത്തുകളും തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ. ഹിജ്റ 9-ാമത്തെ വർഷം നടന്ന സംഭവങ്ങളൊക്കെയും അതിനെപ്പറ്റി പരാമർശമുള്ള ആയത്തുകളൊക്കെ ഉണ്ട്. അതിൽ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പെട്ടെന്ന് അനുവാദം കൊടുത്തതിനെ അവരിങ്ങനെ ഒന്ന് ഒരുപാട് ചോദിച്ചപ്പോൾ അത് കൊടുത്തതിനെ തിരുത്തുന്നതും അത് അള്ളാഹു പ്രവാചകന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു, അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് തുടങ്ങുന്നത്. സൂറത്ത് തൗബയിൽ 43-ാമത്തെ ആയത്ത്, അഫല്ലാഹു അൻക്, അള്ളാഹു പ്രവാചകരെ താങ്കൾക്ക് അള്ളാഹു അഫൂ ചെയ്ത് തന്നിരിക്കുന്നു. ലിമ അദിൻത ലഹും, അവർക്ക് താങ്കൾ അനുവാദം കൊടുത്തതിൻ്റെ പേരിൽ. ഹത്താ യതബയ്യന ലക്കല്ലദീന സദഖൂ വതഅലമൽ കാദിബീൻ, ആരാണ് സത്യസന്ധരെന്നും ആരാണ് വ്യാജന്മാരെന്നുമൊക്കെ താങ്കൾക്ക് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ അവർക്ക് അനുവാദം കൊടുത്തല്ലോ. അവരോട് യുദ്ധത്തിന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരോട് താങ്കൾ അനുവാദം കൊടുത്തല്ലോ. യഥാർത്ഥത്തിൽ അവർ കൂടെ വരികയും അവരുടെ ഉള്ളിൽ എന്താണോ ഉണ്ടായിരുന്നത് ആ ഉള്ളുകള്ളികൾ വെളിച്ചത്ത് വരികയും ചെയ്യണമായിരുന്നു. അതായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത്.
പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രവാചകന് പുറത്തു കൊടുത്തു. പ്രവാചകന്മാരെക്കുറിച്ച് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരുന്നാലും അതുപോലെ തന്നെ പ്രവാചകൻ്റെ അടുത്ത ഭാര്യമാരെക്കുറിച്ചുള്ള മുമ്പത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. സൂറത്തു തഹരീം എന്ന സൂറത്ത് ഇറങ്ങാൻ തന്നെ കാരണമായിട്ടുള്ള അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ പ്രവാചകൻ്റെയും പ്രവാചക കുടുംബത്തിൻ്റെയും നിന്നും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള നിസ്സാരമായ കാര്യങ്ങൾ പോലും അള്ളാഹു വളരെ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. പ്രവാചകന്മാരിലുണ്ടാകുന്ന ചെറിയ ചില അബദ്ധങ്ങൾ പോലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാസൂമാണ്, പ്രവാചകന്മാർ പാപസുരക്ഷിതരാണ്. പക്ഷേ എന്നാലും പാപസുരക്ഷിതർ എന്ന് പറയുമ്പോൾ തന്നെയും ഇത് പണ്ഡിതന്മാർ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് വിശദീകരിച്ച് തരുന്നത് കാണാൻ കഴിയും. ചെറിയ അബദ്ധങ്ങൾ പലപ്പോഴും അവരിൽ നിന്ന് ഉണ്ടാകുന്നത് ഈ പാപസുരക്ഷിതർ മാസൂം എന്നതിൽ പെടുകയില്ല. ചെറിയ അബദ്ധങ്ങൾ അവരിൽ നിന്നുണ്ടാകും, മറവിയുണ്ടാകും. അതുപോലെ തന്നെ പല കാര്യങ്ങളും ശരിയായി മനസ്സിലാക്കാത്ത രൂപത്തിൽ ഒരുപക്ഷെ തെറ്റിദ്ധാരണയ്ക്ക് അടിമപ്പെട്ട് പല പ്രവർത്തിച്ചു. അങ്ങനെയുള്ള ചെറിയ അബദ്ധങ്ങൾ അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് ഇടപെട്ട് വളരെ കൃത്യമായി തിരുത്തുകയും ശരിയായ നിലപാട് പഠിപ്പിക്കുകയും ചെയ്യും. അതിൽ നിന്നൊക്കെ മുസ്ലിം സമൂഹത്തിന് ഒരുപാട് പാഠങ്ങൾ ഉണ്ട് എന്നതുകൂടി കൊണ്ടാണ്. പിന്നെയും അല്ലാഹു തുടരുന്നത് കാണാൻ കഴിയും. ലാ യസ്തഅ്ദിനുകല്ലദീന യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും യൗമുൽ ആഖിറിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരുമല്ല ഒരിക്കലും പ്രവാചകരെ നിങ്ങളോട് ഈ അനുവാദം ചോദിക്കുന്ന ആളുകൾ. അവർ യഥാർത്ഥ വിശ്വാസികളല്ല, അത് അല്ലാഹുവിനറിയാം. അൻ യുജാഹിദൂ ബി അംവാലിഹിം വ അൻഫുസിഹിം വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ. അങ്ങനെ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ സ്വന്തം സമ്പത്തും ജീവനുമൊക്കെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറായ ആളുകളൊന്നുമല്ല ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ. അവരെക്കുറിച്ച് മുത്തഖീങ്ങളെക്കുറിച്ച് അള്ളാഹുവിന് വളരെ കൃത്യമായി അറിയാം. പിന്നെ ചോദിക്കുന്ന ആളുകൾ ഇന്നമാ യസ്തഅ്ദിനുകല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹ്. ഇവരോട് ഈമാനില്ലാത്ത, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ നാളെ പരലോകത്തിൽ അള്ളാഹുവിന് മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ളവരാണെന്ന ബോധമില്ലാത്ത, അങ്ങനെ വിശ്വാസമില്ലാത്ത ആളുകളാണ് പ്രവാചകരെ നിങ്ങളോട് ഈ അനുവാദം ചോദിക്കുന്ന ആളുകൾ. വർതാബത് ഖുലൂബുഹും ഫഹും ഫി റൈബിഹിം യതറദ്ദദൂൻ. അവർ ഹൃദയത്തിൽ ഇങ്ങനെ സംശയത്തിലാണ്, ചാഞ്ചാട്ടത്തിലാണ്, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ, മനസ്സിൽ നിഫാഖ് ഒളിപ്പിച്ച് നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് റസൂലെ നിങ്ങളോട് അനുവാദം ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ അനുവാദം ചോദിക്കലുമായി ബന്ധപ്പെട്ടും ഇത് ഒരു കൂട്ടായ്മയായി അല്ലെങ്കിൽ ഒരു സംവിധാനമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇസ്ലാമിക സമൂഹത്തിനൊരു നേതൃത്വമുണ്ട് എങ്കിൽ ആ നേതൃത്വത്തിനോട് അനുവാദം ചോദിച്ചുകൊണ്ടായിരിക്കണം ഒരു സദസ്സിൽ നിന്ന് പോലും, അല്ലെങ്കിൽ ഒരു ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്, ഒരു പ്രത്യേക സന്ദർഭത്തിലാണ്, ഒരു പ്രത്യേക മിഷനിലാണ്, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒരു പ്രത്യേക സദസ്സാണ്, ഒരുമിച്ച് കൂടലാണ്, അവിടെ നിന്നൊക്കെ അനുവാദം ചോദിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത് എന്ന്. ഇതിന് മാത്രമല്ല, അഹ്സാബ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഒക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. അഹ്സാബ് യുദ്ധത്തിലും ഇതുപോലെ തന്നെ പല മുനാഫിക്കുകളും വന്ന് പ്രവാചകൻ അനുവാദം ചോദിക്കുന്നു. മുസ്ലിമീങ്ങളായ ആളുകളും കാരണക്കാരായ ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിക്കുന്നു. അപ്പോൾ അനുവാദം ചോദിക്കുക, നേതൃത്വത്തിനോടുള്ള അവരുടെ അവകാശങ്ങൾ കൊടുക്കുക എന്നതും ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്ന പാഠങ്ങളാണ്. അതുമാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഇതല്ലാത്ത വേറെ കുറേ മുനാഫിക്കുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ഇബ്നു സുലൂൽ, അയാളൊക്കെ ഇപ്പോഴും യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാണ്. അയാൾ യുദ്ധത്തിന് വരുന്നില്ല എന്നല്ല പറഞ്ഞത്, അയാൾ യുദ്ധത്തിന് വേണ്ടി എല്ലാം തയ്യാറാക്കി കുറേ ആളുകളെയൊക്കെ കൂടെ കൂട്ടി യുദ്ധത്തിനിറങ്ങി പുറപ്പെടുക വരെ ചെയ്തു. നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഏതായാലും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മുനാഫിക്കുകൾ അവർ മുഅ്മിനീങ്ങളെ തന്നെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. അവർ ഈ പറഞ്ഞ പോലെ ഇറങ്ങി പുറപ്പെടാൻ തന്നെ അവർക്ക് തയ്യാറില്ലായിരുന്നു. സൂറത്ത് തൗബയിൽ തന്നെ നേരത്തെയുള്ള ആയത്തുകൾ 46 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു പറയുന്നത് കാണാൻ കഴിയും. വലൗ അറാദുൽ ഖുറൂജ ലഅഅദ്ദു ലഹു ഉദ്ദതൻ. അവർക്ക് ഈ ഇറങ്ങി പുറപ്പെടാനുള്ള, യുദ്ധത്തിനിറങ്ങാനുള്ള ഉദ്ദേശമുണ്ടായിരുന്നു എങ്കിൽ ഉറപ്പായും അവരതിനു വേണ്ടി സജ്ജീകരണങ്ങൾ ഒരുക്കുമായിരുന്നു. പക്ഷേ വലാകിൻ കരിഹല്ലാഹും ബിഅസഹും, അവർ ഇറങ്ങി പുറപ്പെടുന്നതിനെ അള്ളാഹു വെറുത്തു എന്നാണ്. ഈ പറയുന്ന ആയത്തുകളിൽ നിന്നൊക്കെ ഒരുപാട് ഫായിദകൾ, ഒരുപാട് നമുക്ക് ലഭിക്കുന്ന ഉപകാരങ്ങൾ, ഒരുപാട് പോയിന്റുകൾ തഫ്സീറുകളിൽ നിന്ന് വിവിധ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഈ ആയത്തിൽ നിന്ന് ചുരുക്കത്തിൽ അതിൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു പാഠം പറയുകയാണെങ്കിൽ, അള്ളാഹു ചിലപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്നതിനനുസരിച്ച് നമ്മൾ ചില സ്ഥലത്ത് ഉണ്ടാകുന്നത് അള്ളാഹു തന്നെ നമ്മളെ തടയും. നമ്മളതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ട ഒന്നാണ്. ചില കാര്യങ്ങൾക്ക് അള്ളാഹു നമുക്ക് തൗഫീക്ക് നിഷേധിച്ച് കളയും. വലാകിൻ കരിഹല്ലാഹും ബിഅസഹും, അള്ളാഹു അവരിറങ്ങിപ്പോഴുമ്പോൾ അള്ളാഹു വെറുത്തു. ഫസബ്ബതഹും, അള്ളാഹു അവരവിടെ തന്നെ ഇരുത്തി, അവർക്ക് ഇറങ്ങി പുറപ്പെടാൻ കഴിഞ്ഞില്ല. അത് അത്തരത്തിലുള്ള തൗഫീക്ക് നഷ്ടപ്പെടുകയിൽ നിന്ന് അള്ളാഹു തന്നെ
ചില നന്മകളിൽ നിന്നൊക്കെ നമ്മളോട് ഉണ്ടാകുന്നത് വെറുക്കുന്നതിൽ നിന്ന് അത് നമ്മുടെ നീയത്തും മറ്റു കാര്യങ്ങൾക്കും അനുസരിച്ചാണ്. അത് നമ്മളും അള്ളാഹും തമ്മിലുള്ള ആ ബന്ധത്തിനനുസരിച്ചാണ്. അതിൽ നിന്നൊക്കെ നമ്മളെയും ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗഫീക്ക് നഷ്ടപ്പെടുക എന്നത് വലിയൊരു സംഭവമാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വക്കീൽ ഖുഉദു മഅൽ ഖാഇദീൻ, ഇരിക്കുന്നവരോടൊപ്പം, ഇങ്ങനെ ഇറങ്ങി പുറപ്പെടാതെ അലസരായി ഇങ്ങനെ പിന്തിരിഞ്ഞിരിക്കുന്നവരോടൊപ്പം നിങ്ങൾ ഇരുന്നു കൊള്ളൂ എന്നവരോട് പറയപ്പെടുകയും ചെയ്തു. ലൗ ഖറജൂ ഫീക്കും, ഇനി അവരെങ്ങനെ ഇറങ്ങിയിരുന്നെങ്കിലോ മാ സാദൂക്കും ഇല്ലാ ഖബാലൻ, അവർ പിന്നെ നിങ്ങൾക്കിടയിൽ മുസ്ലിം സൈന്യത്തിനിടയിൽ കുഴപ്പം വർദ്ധിപ്പിക്കാൻ മാത്രമേ അവർ അവിടെ ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടാവുകയുള്ളൂ. അവരിറങ്ങിയാൽ അതിനേക്കാൾ വലിയ പ്രശ്നമായിരിക്കും. വല ഔദഉ ഖിലാലക്കും യബ്ഗൂനകുമുൽ ഫിത്ന, അവർ മുസ്ലിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഓടി നടന്ന് പരസ്പരം ഫിത്നയുണ്ടാക്കാൻ, അവർക്കിടയിൽ തന്നെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനായിരിക്കും അവർക്ക് താല്പര്യം. വഫീക്കും സമ്മാഊന ലഹും, അത് കേട്ടൊരു പക്ഷേ മുസ്ലിങ്ങളിൽ തന്നെ പല ആളുകളും അവരുടെ ആ വാചകങ്ങൾ ആകർഷണീയം ചെയ്യാം. എന്നല്ല, ഇപ്പോൾ ഇറങ്ങി പുറപ്പെടുന്ന ആളുകളിൽ പോലും ചില ആളുകൾ അവരെ കേൾക്കുന്ന ആളുകളുണ്ട്. നിഫാഖിൻ്റെ അംശങ്ങളുള്ള ആളുകളും ഉണ്ട്. വല്ലാഹു അലീമും ബിദ്ദാലിമീൻ, അക്രമികളെക്കുറിച്ച് അള്ളാഹു കൃത്യമായി അറിയുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും കാണാൻ കഴിയും. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതുപോലെ കഴിവിൻ്റെ പരമാവധി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പല സ്വഹാബിമാരുടെയും, അതിലേറ്റവും പ്രധാനപ്പെട്ട അബൂബക്കർ, ഉമർ, ഉസ്മാൻ പോലുള്ള സ്വഹാബിമാരുടെയൊക്കെ വമ്പിച്ച സംഭാവനകൾ കൊണ്ട്, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇസ്ലാമിക സ്വഹാബിമാരിലെ തലമുതിർന്നവരും സമ്പന്നരും ഒക്കെ ആളുകളുടെ ഒക്കെ സഹായം കൊണ്ടുകൂടി ഈ സൈന്യത്തിന് വേണ്ടിയുള്ള അത്യാവശ്യം കഴിയുന്ന രൂപത്തിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ മുനാഫിക്കുകൾ കുറേ ആളുകൾ യുദ്ധത്തിന് മുമ്പേ തന്നെ കുറേ അറാബികൾ അങ്ങനെ അനുവാദം ചോദിച്ച് ചില മുട്ടാപ്പൊക്കെ ന്യായങ്ങൾ പറഞ്ഞു പോയി എന്ന് കണ്ടു. ചില ആളുകൾ അവർക്ക് പുറപ്പെടാനുള്ള തൗഫീക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തില്ല. അവർ അതിനേക്കാൾ വലിയ ഫിത്ന മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കും എന്നതുകൊണ്ട് ചില ആളുകൾ, ചില മുനാഫിക്കുകൾ പറഞ്ഞു ലാ തൻഫിറു ഫിൽ ഹർ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അതേ വാചകം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയുടെ 81-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് കാണാൻ കഴിയും. വഖാലു ലാ തൻഫിറു ഫിൽ ഹർ. വലിയ ചൂടല്ലേ, ഈ ചൂടത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി യുദ്ധത്തിന് പോകാന്ന് പറഞ്ഞാൽ മണ്ടത്തരം. ഇത്രയും 1250 വരുന്ന കിലോമീറ്റർ അവിടെ വരെ യാത്ര ചെയ്ത് ഇത്ര വലിയ ദൂരത്ത് പോവുക, ഈ ചൂടത്ത് യാത്ര ചെയ്യുക എന്ന് തന്നെ വിഡ്ഢിത്തം. അതുകൊണ്ട് ചൂടത്തിറങ്ങി പുറപ്പെടരുത് എന്ന് പറഞ്ഞ മുനാഫിക്കുകളുണ്ടായിരുന്നു. അള്ളാഹു അവരോട് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ തിരിച്ചു മറുപടി പറയുന്നത് കാണാൻ കഴിയും. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറൻ ലൗ കാനൂ യഫ്ഖഹൂൻ. അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നരകത്തിലെ ചൂട് അതിനേക്കാൾ എത്രയോ ഭയാനകമായി ആണ് എന്നവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഫൽയദ്ഹഖു ഖലീലൻ വൽയബ്കു കസീറ. കുറച്ചു മാത്രം അവർ ചിരിക്കേണ്ടതുള്ളൂ. വൽയബ്കു കസീറ, ഒരുപാട് അവർ കരഞ്ഞുകൊള്ളട്ടെ. ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അവർ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിലുള്ള അവർക്കുള്ള പ്രതിഫലമാണ്. ഇതൊക്കെ സൂറത്ത് തൗബയിലെ ആയത്തുകളാണ്. ഇതിനിടയ്ക്ക് ജദ്ദ് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ബനൂ സലമയുടെ നേതാവായിരുന്ന ഒരു മനുഷ്യൻ, അയാൾ പറഞ്ഞു, ഈ പറഞ്ഞ മുനാഫിക്കുകളുടെ വാചകങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ട്. ഈ പറഞ്ഞതൊക്കെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വഖാലു ലാ തൻഫിറു ഫിൽ അർദ്, അവരുടെ അതേ വാചകം അള്ളാഹു എടുത്ത് ഉദ്ധരിച്ചു. ജദ്ദ് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ബനൂ സലമയുടെ നേതാവ്, അയാളെ ഇങ്ങനെ ഒരു ദിവസം കണ്ടപ്പോൾ അയാൾ മുനാഫിക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഈ പറഞ്ഞതുപോലെ ഈ തബൂക്ക് യുദ്ധത്തിലേക്കുള്ള ഒരുക്കം എന്തൊക്കെയായി, നീ കൂടെ വരുന്നില്ലേ, എന്താണ്, മറ്റ് വിവരങ്ങളൊന്നുമില്ല. അപ്പോൾ പ്രവാചകനെ കണ്ടു, അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് ഇയാൾ മറുപടി പറയുന്നത്, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് നിങ്ങൾ ഇതിൽ നിന്നൊരു ഒഴിവ് തരണം. വലാ തഫ്തിന്നി, എന്നെ നിങ്ങൾ കുഴപ്പത്തിൽ അകപ്പെടുത്തരുത്, ഫിത്നയിൽ അകപ്പെടുത്തരുത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഒരു മനുഷ്യൻ പറഞ്ഞ ഈ മഞ്ഞക്കാർ അല്ലെങ്കിൽ ബനുൽ അസ്ഫർ എന്നായിരുന്നു അറബികൾ ഈ റോമക്കാരെ വിളിച്ചിരുന്നത്. അവരുടെ നിറവും മറ്റും പരിഗണിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞത്, ജദ്ദ് ഇബ്നു ഖൈസ് പറഞ്ഞത്, ഞാൻ എങ്ങാനും ഇനി ഈ യുദ്ധത്തിന് പോയി ഈ റോമൻ സ്ത്രീകളെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, അയാൾ പറയാണ്, ഫവല്ലാഹി ലഖദ് അറഫ ഖൗമി, അള്ളാഹുവാണ് എൻ്റെ സമൂഹത്തിനറിയാം ഞാൻ ഈ പെൺ വിഷയത്തിൽ ഒരു അഗ്രഗണ്യനാണ്, എനിക്ക് സ്ത്രീകളെ കണ്ടാൽ അങ്ങനെ കൺട്രോൾ ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ ഇയാൾ ന്യായമുണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ സ്ത്രീകളിൽ ആകർഷണനായി പോകും, അതുകൊണ്ട് എനിക്ക് ഒഴിവ് തരണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാചകങ്ങൾ എടുത്തു പറയുന്നത് കാണാൻ കഴിയും. വമിൻഹും മൻ യഖൂലു ഉദല്ലി വലാ തഫ്തിന്നി, എന്നെ ഫിത്നയിൽ അകപ്പെടുത്തരുതേ എന്ന് പ്രവാചകരെ നിങ്ങളോട് പറയുന്ന ആൾ,
അലാ ഫിൽ ഫിത്നതി സഖതു. അതിനേക്കാൾ വലിയ ഫിത്നയിലാണ് അയാൾ യഥാർത്ഥത്തിൽ, അഥവാ നിഫാഖ് എന്ന ഫിത്നയിലാണ് അയാൾ അകപ്പെട്ടിരിക്കുന്നത്. അത് അയാൾ മനസ്സിലാക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. അയാൾ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. പിന്നെ പറഞ്ഞു, ഓക്കെ, എനിക്ക് അനുവാദം തന്നിരിക്കുന്നു. അങ്ങനെയുള്ള ആളോട് പിന്തിരിഞ്ഞു കളഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ വദിഅത്ത് ഇബ്നു സാമിത്ത്, മഖ്ഷി ഇബ്നു ഹുമൈർ എന്ന് പറയുന്ന അശ്ജ ഗോത്രക്കാരായ 2 മുനാഫിക്കുകൾ, അതുപോലെ തന്നെ അവരുടെ കൂടെയും വേറെ ചില ആളുകളുണ്ട്. അവരിങ്ങനെ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നു. ഇവരൊക്കെ ഈ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പുള്ള സംഭവ വികാസങ്ങളാണെന്നൊക്കെ. ഇവരൊരു ടീം, മുനാഫിക്കുകളുടെ ഒരു ടീം പരസ്പരം ഇരുന്ന് സംസാരിച്ചു. അതഹ്സബൂന ജിലാദ ബനിൽ അസ്ഫർ കഖിതാലിൽ അറബി ബഅദുഹും ബഅദ. ഈ നമ്മൾ ഈ റോമക്കാരുമായിട്ടുള്ള യുദ്ധം ചെയ്യുന്നത് ഇതുവരെ നമ്മൾ ഖുറൈശികളോടും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അറബി ഗോത്രങ്ങളോട് ഒക്കെയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ആയിരിക്കില്ലല്ലോ ഈ വലിയ ലോകത്തിലെ വൻ സാമ്രാജ്യമാണല്ലോ അന്നത്തെ റോമ സാമ്രാജ്യം. അവരോടൊക്കെ യുദ്ധം ചെയ്താൽ നമ്മൾ എങ്ങനെ വിജയിക്കാനാണ്? എന്നിട്ട് ഇയാൾ പറയാണ്, മുസ്ലിങ്ങളെ നോക്കി പറയാണ്, വല്ലാഹി ലക അന്നി ബിക്കും ഗദൻ മുഖറനീന ഫിൽ ഹിബാൽ. നാളെ അള്ളാഹുവാണ് നിങ്ങളൊക്കെ നാളൊക്കെ ഇങ്ങനെ റോമക്കാർ നിങ്ങളെ കയറുകൊണ്ട് കെട്ടി ബന്ധനസ്ഥരാക്കി പോകുന്നത് ഞാനിപ്പോൾ കാണുന്നു. അതായിരിക്കും നിങ്ങളുടെ സ്ഥിതി. നിങ്ങളങ്ങനെ നകളിച്ചു അങ്ങോട്ട് ചെന്നാൽ അവരിൽ നിന്ന് പണി കിട്ടി തിരിച്ചു വാങ്ങി തിരിച്ചു വരിക മാത്രമേ നിർവാഹം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ കൂട്ടത്തിലുള്ള മഖ്ഷി എന്ന് പറയുന്ന ഒരു മുനാഫിക്ക് അയാൾ പറഞ്ഞു, വദിത്തു അൻ യുജ്ലദ കുല്ലു വാഹിദിൻ മിന്ന മിഅത ജൽദ. നമ്മളീ പറയുന്നൊന്നും ആരും കേൾക്കണ്ട. അഥവാ പുറത്തെങ്ങാനും അറിഞ്ഞാൽ ഒരു 100 ചാട്ടവാർ അടിയെങ്കിലും മിനിമം നമുക്ക് കിട്ടാനുള്ള അങ്ങനത്തെ വാക്കുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഅൻ നഫ്ലത മിൻ അൻ യൻസില ഫീന ഖുർആനുൻ ലിമഖാലത്തികും ഹാദി. അത് മാത്രമല്ല, ഈ വിഷയത്തിലെങ്ങാനും ഖുർആൻ എങ്ങാനും ഇറങ്ങിയാൽ നമ്മളെ കള്ളി വെളിച്ചത്താവൂലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇത് പ്രവാചകനും അടുത്തൊന്നുമില്ല. ഇതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അമ്മാർ, ആ പറയുന്ന ആളുകൾ, ആ സമൂഹം, ആ മുനാഫിക്കറുടെ ആ സമൂഹം, അവരുടെ അടുത്ത് പോകണം, അവരോട് ചോദിക്കണം എന്താണ് അവർ പറഞ്ഞത് എന്ന്. പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്തു. അമ്മാർ റളിയല്ലാഹു അൻഹു അവരുടെ അടുത്ത് ചെന്നു. എന്താണ് നിങ്ങൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഉടനെ അവർക്ക് മനസ്സിലായി റസൂലിന് എന്തെങ്കിലും വഹി കിട്ടിയിട്ടുണ്ടാവും. അവർ ഓടി റസൂലിൻ്റെ അടുത്തേക്ക് വന്നു. റസൂല്, ഞങ്ങൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങളെ പറ്റി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വദിയത്ത് ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന ആ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നാ കുന്നാ നഖൂദു വ നൽഅബ്. ഞങ്ങൾ തമാശക്ക് എന്തൊക്കെ ഇങ്ങനെ പരസ്പരം സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞൊന്നുമല്ല. വിശുദ്ധ ഖുർആൻ അത് ഉദ്ധരിക്കാൻ നമുക്ക് കാണാൻ കഴിയും. യഹ്ദറുൽ മുനാഫിഖൂന അൻ തുനസ്സല അലൈഹിം സൂറത്തുൻ തുനബ്ബിഉഹും ബിമാ ഫീ ഖുലൂബിഹിം. മുനാഫിക്കുകളുടെ മനസ്സിലുള്ള പേടി അവർക്ക് ഒക്കെ അറിയാം. അവരെപ്പോഴുള്ള പേടിയാണ് അവരുടെ വിഷയത്തിൽ അൻ തുനസ്സല അലൈഹിം സൂറ. നമ്മൾ പറയുന്നത് അങ്ങനെ ഇനി ഒരു സൂറത്തായി നബിക്ക് അവതരിപ്പിച്ചു കൊടുക്കുമോ അള്ളാഹു? നബിക്ക് വഹി അറിയിച്ചു കൊടുക്കുമോ? തുനബ്ബിഉഹും ബിമാ ഫീ ഖുലൂബിഹിം. അവരുടെ ഉള്ളിലുള്ളതൊക്കെ റസൂലിന് അറിയിച്ചു കൊടുക്കുമോ? ഇനി ഒരു ആയത്തെങ്ങാനും ഇറങ്ങുമോ എന്ന് ഈ പറഞ്ഞ നിഫാക്കിലായിരിക്കുമ്പോൾ തന്നെ അവർക്കെന്ത് പേടിയുണ്ട്. അള്ളാഹു പറയണം, ഖുൽ ഇസ്തഹ്സിഉ. പ്രവാചകരെ, അവരോട് തിരിച്ചു പറയേണ്ടത് ആ ഉരുളക്കുപ്പേരി പോലുള്ള മറുപടിയാണ് അങ്ങനെയുള്ള ആളുകളോട് തിരിച്ചു പറയണം. ഇസ്തഹ്സിഉ, ധൈര്യമായിട്ട് നിങ്ങൾ പരിഹസിച്ചോ. ഇന്നല്ലാഹ മുഖ്രിജും മാ തഹ്ദറൂൻ. എന്താണോ നിങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുന്നത് അത് അള്ളാഹു പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. വല ഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വ നൽഅബ്. നീ എങ്ങാനും പ്രവാചകരെ അവരോട് ചോദിക്കുകയാണ്, ഇതിനെപ്പറ്റി ചോദിച്ചാൽ അവർ പറയും ഇന്നമാ കുന്നാ നഖൂദു വ നൽഅബ്. നമ്മൾ തമാശക്കല്ലേ ഇത് ചെയ്തത്, നമ്മളിങ്ങനെ പരിഹസിച്ചൊന്നും സീരിയസ് ആയിട്ട് നമ്മളത് ഉദ്ദേശിച്ചൊന്നുമല്ല ചെയ്തത്, അത് വെറുതെ ഇങ്ങനെ തമാശക്ക് പറഞ്ഞു എന്ന് മാത്രം. ഖുൽ, പ്രവാചകരെ അവരോട് ചോദിക്കുക, അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. തമാശ കാണിക്കാൻ അല്ലെങ്കിൽ പരിഹസിക്കാൻ നിങ്ങൾക്ക് ഇതൊക്കെയാണോ കിട്ടിയത്? അബില്ലാ, അള്ളാഹുവിനെയാണോ അല്ലെങ്കിൽ റസൂലിനെയാണോ അള്ളാഹുവിൻ്റെ ആയത്തുകളെയാണോ അതാണോ നിങ്ങൾക്ക് പരിഹസിക്കാൻ കിട്ടിയത്? ലാ തഅ്തദിറു, ഇനി ഉദ്റു പറഞ്ഞിട്ട് ഒഴിവുകേട് പുറത്തൊന്നും കാര്യമില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നിങ്ങളുടെ ഈമാനിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ അതിന് ശേഷം ഇനി ഈമാൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിന് ശേഷം കുഫറിലായിരിക്കുന്നു, നിങ്ങൾക്ക് കുഫർ സംഭവിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം. ഈ ആയത്തിൽ നിന്നൊക്കെയാണ് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ ഒന്നായി ദീനി കാര്യങ്ങളോടുള്ള പരിഹാസത്തെ പണ്ഡിതന്മാർ ഈ ഒരു ആയത്തിൽ നിന്ന് കൂടിയാണ് എടുക്കുന്നത്. ഇസ്ലാമിലെ പല കാര്യങ്ങളെയും പരിഹസിക്കുന്ന ആളുകളെ, എൻ്റെ ഗൗരവം അറിയാതെ പരിഹസിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ആ പരിഹാസം എന്നത് ദീനിൽ നിന്ന് പുറത്തു പോകാൻ മാത്രം
ഗൗരവമുള്ളതാണ് എന്ന് ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു റിപ്പോർട്ടിൽ, ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ആയത്തിറങ്ങിയ സമയത്ത്, മുനാഫിക്കുകളെക്കുറിച്ച് ആയത്തിറങ്ങിയ സമയത്ത് ജുലാസ് എന്ന് പറയുന്ന ഒരു മുനാഫിക്കായ മനുഷ്യൻ, അയാൾ പറഞ്ഞു, ഈ റസൂൽ എങ്ങാനും പറയുന്നത് സത്യമാണെങ്കിൽ, ഈ മനുഷ്യൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും പറയുന്നത് സത്യമാണെങ്കിൽ, ലനഹ്നു അശർറു മിനൽ ഹമീർ, ഇതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ, നമ്മൾ സത്യം പറഞ്ഞാൽ, നമ്മൾ ഇതൊക്കെ ശരിയാണ് എങ്കിൽ നമ്മൾ കഴുതകളെക്കാളും നശിച്ച ഒരു സമൂഹം തന്നെ. അയാൾ പരിഹസിച്ചുകൊണ്ട് വീണ്ടും പറയാണ്, നമ്മളൊന്നും മനുഷ്യർ പോയിട്ട് മൃഗങ്ങളും കഴുതകളെക്കാളും അതപ്പിച്ചൊരു സമൂഹം തന്നെ ഇയാളൊക്കെ വിശ്വസിക്കാനും ഇയാൾ പറയുന്നതൊക്കെ കേൾക്കാനും ഒക്കെ തോന്നിയാൽ. ഇയാളത് പറയുന്നത് ഉമൈർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു എന്ന വളരെ ചെറിയ പ്രായമുണ്ടായിരുന്ന സ്വഹാബി, അദ്ദേഹം അത് കേട്ടു. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി യാ ജുലാസ്, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ എനിക്ക് മുമ്പ് ഇഷ്ടമുള്ള, നല്ല ഇഷ്ടപ്പെട്ട, എൻ്റെ അടുത്ത് നല്ല സ്വഭാവങ്ങളൊക്കെയുള്ള, ഞാൻ നല്ലതായി വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു നിങ്ങൾ. പക്ഷേ ഈ പറഞ്ഞത് അത് ഗുരുതരമാണ്, അത് ഏറ്റവും വെറുക്കപ്പെട്ടയാളാക്കി എൻ്റെ മുമ്പിൽ നിങ്ങളെ ആക്കിയിരിക്കുന്നു. എന്നിട്ട് ഇദ്ദേഹം, ആ ചെറിയ കുട്ടിയായിരുന്നു ഉമൈർ ഇബ്നു സഅദ് റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നു, ഈ കാര്യം പറഞ്ഞു, ഈ പറഞ്ഞ ജുലാസ് പറഞ്ഞ വാചകങ്ങൾ പറഞ്ഞു. ജുലാസ് അതുപോലെ തന്നെ പ്രവാചകൻ്റെ അടുത്തേക്ക് ജുലാസും വന്നു. എന്നിട്ട് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തൊക്കെ പറഞ്ഞു. ഉമേർ ചെറിയ കുട്ടിയല്ലേ, അള്ളാഹുവാണ് സത്യം, ഉമേർ പറഞ്ഞത് കള്ളമാണ്, ആ ചെറിയ കുട്ടി എന്തോ പറഞ്ഞതാണ് എന്ന് ഈ ജുലാസും വന്ന് തിരിച്ചു പറഞ്ഞു. അതിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് തൗബയിലെ 74-ാമത്തെ ആയത്ത് അതിനെക്കുറിച്ചാണ്. ഫൻസലല്ലാഹു യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലു, അവർ അള്ളാഹുവിൻ്റെ പേരിൽ അവരിത് പറഞ്ഞിട്ടില്ല എന്ന് അവർ അള്ളാഹുവിൻ്റെ പേരിൽ ഹലിഫ് ചെയ്യുന്നു, സത്യം ചെയ്യുന്നു. വലഖദ് ഖാലു കലിമത്തൽ കുഫ്ർ, അവർ കുഫ്റിൻ്റെ വാചകമാണ് തീർച്ചയായും അവർ പറഞ്ഞിട്ടുള്ളത്. വകഫറു ബഅദ ഇസ്ലാമിഹിം, അവർ ഇസ്ലാം ആയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന് ശേഷം ഇത് പറയുന്നതോടുകൂടി അവർ കുഫ്റാണ് അവരിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് തുടങ്ങിയുള്ള ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ പറഞ്ഞ ആളുകളൊക്കെയും ഇതുപോലെ പല സംഭവങ്ങളുണ്ടായി. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയ കുറേ ആളുകളുണ്ടായിരുന്നു. കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഈ യുദ്ധത്തിൽ ചേർന്നു, യുദ്ധത്തിന് പോകാം എന്നുള്ള ഒരു ധാരണ പുറത്ത് പ്രകടിപ്പിച്ചിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈ യുദ്ധത്തിൽ പുറപ്പെട്ട കുറേ ആളുകളും ഉണ്ടായിരുന്നു. അവരും കുറേ ആളുകൾ സത്യം ചെയ്ത് പറഞ്ഞ കാണാൻ, വയഹ്ലിഫൂന ബില്ലാഹി ഇന്നഹും ലമിൻകും, എന്തു വന്നാലും നമ്മൾ നിങ്ങളൊക്കെ ഒരേ ടീമാണ്, നമ്മൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറയുന്ന കുറേ ആളുകൾ. വമാഹും മിൻകും, പക്ഷേ അവർ നിങ്ങളോടൊപ്പമല്ല. വലാകിന്നഹും ഖൗമുൻ യഫ്റഖൂൻ, അവർ പേടിക്കുന്ന ഒരു സമൂഹമായിരുന്നു അവർ. ലൗ യജിദൂന മൽജഅൻ ഔ മഗാറാത്തിൻ ഔ മുദ്ദഖലൻ ലവല്ലൗ ഇലൈഹി വഹും യജ്മഹൂൻ, ഒറിജിനൽ അവർക്കുള്ളിൽ പേടിയാണ്. വല്ല രക്ഷപ്പെടാൻ വലിയ പഴുതോ എന്തെങ്കിലും ഒരു ഗുഹയോ, യുദ്ധത്തിന് പോകാൻ അവർക്ക് എന്തായാലും പേടിക്കുന്നൊരു സമൂഹമാണവർ. പുറത്ത് പറയും നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ട്, എന്നാൽ എന്തെങ്കിലും ഒരു തഞ്ചത്തിന് എന്തെങ്കിലും ഒരു രക്ഷപ്പെടാനുള്ളൊരു വഴി കിട്ടിയാൽ, വല്ല ഗുഹയോ അഭയം പ്രാപിക്കാൻ എന്തെങ്കിലും ഒരു സങ്കേതമോ കിട്ടിയാൽ അവരപ്പോൾ അവരുടെ തടിയും കൊണ്ട് കഴിച്ചിലാവും എന്നും സൂറത്ത് തൗബയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ സമയത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ച മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അഥവാ ഈ സമയത്തുണ്ടായതല്ല, കുറച്ച് വർഷങ്ങളായി അവർ പ്ലാൻ ചെയ്ത് ഇസ്ലാമിനെതിരിൽ ഒരു കേന്ദ്രമുണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. തബൂക്ക് യുദ്ധത്തിന് തൊട്ടു മുമ്പാണ് ആ കേന്ദ്രത്തിൻ്റെ പണി തീരുന്നത്. അതാണ് മസ്ജിദുൽ ളിറാർ മസ്ജിദ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതിന് ചെറിയൊരു ചരിത്രമുണ്ട്. അവരത് തബൂക്ക് യുദ്ധത്തിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ യാത്ര പുറപ്പെടുന്ന ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഈ ഒരുക്കങ്ങളൊക്കെയും തകൃതിയായി നടക്കുന്ന സമയത്താണ് ഇവർ വന്ന് റസൂലെ നിങ്ങളൊന്നൊന്ന് പള്ളിയിൽ നിസ്കരിച്ചൊന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം എന്നൊക്കെ വന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അവർക്ക് മറുപടി കൊടുക്കുന്നത്, അല്ല, തബൂക്ക് എന്നൊരു വലിയൊരു യാത്രയല്ലേ, വലിയ ഒരു ഗൗരവപ്പെട്ട ഒരു ദൗത്യത്തിനല്ലേ ഇറങ്ങുന്നത്, ഈ യാത്രയൊക്കെ കഴിഞ്ഞ് നമുക്ക് സമാധാനത്തിൽ തിരിച്ചു വന്നിട്ട് നോക്കാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്. ഇതിനൊരു ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് ഹിജ്റ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുന്നു. മദീനയിലെത്തുമ്പോൾ നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിനെ പോലെ മദീനയുടെ നേതൃത്വത്തിൽ മദീനയിലെ ആളുകളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തൊരു മനുഷ്യരായിരുന്നല്ലോ അയാളെ രാജാവാക്കാനുള്ള തീരുമാനത്തിലായിരുന്നല്ലോ. ഇതുപോലെ തന്നെ മദീനക്കാർ ആദരിച്ചിരുന്ന ക്രൈസ്തവ പാതിരിയായിരുന്ന അയാൾ ഒരു ആദ്യകാലത്ത്
ബിംബാരാധകനൊക്കെ ആയിരുന്നു. പിന്നെ ജാഹിലിയ കാലത്ത് തന്നെ അയാൾ ക്രൈസ്തവതയെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെ ബൈബിളും അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന തൗറാത്തും ഒക്കെ അയാൾ വായിക്കാനും അതിനെക്കുറിച്ച് പഠിപ്പിക്കാനൊക്കെ ഉള്ള യോഗ്യത നേടുകയും പിന്നെ ഒരു ക്രൈസ്തവ പാതിരിയായി അയാൾ മാറുകയും ചെയ്തു. അബു ആമിർ എന്ന പേര്, അബു ആമിർ അർ റാഹിബ്, പാതിരി അബു ആമിർ എന്നാണ് അയാൾ അന്നത്തെ കാലത്തും അറിയപ്പെട്ടിരുന്നത്. ഖസ്റജ് ഗോത്രക്കാരനായിരുന്നു അയാൾ. ഈ ഖസ്റജ് ഗോത്രത്തിൽ തന്നെ പല ആളുകളും അയാളെ ഒരു ക്രൈസ്തവനായ ഒരു വൈദികൻ പണ്ഡിതനൊക്കെ അല്ലെന്ന് കരുതി നല്ല ബഹുമാനവും ആദരവും ഒക്കെ കൊടുത്തായിരുന്നു അയാളെ പരിഗണിച്ചിരുന്നത്. പിന്നെ ഇസ്ലാം വന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഇയാൾക്ക് അവിടെ ഒരു നിലയും വിലയും ഇല്ലാതായി മാറി. ഇയാൾക്കാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാനും അയാൾക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു. ബദർ യുദ്ധം കൂടി കഴിഞ്ഞു. ബദറിൽ മുസ്ലിങ്ങൾ ജയിച്ചു. 300 ചില്ലാനം വരുന്ന ആളുകൾ മക്കക്കാരോട് ജയിച്ചു എന്നത് കൂട്ടി അറിഞ്ഞതോടുകൂടി അയാൾ മദീനയിൽ ഇനി നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അയാൾ ഒറ്റയ്ക്ക് ഇയാളെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ ഉഹദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇയാൾ മക്കയിലേക്ക് പോവുകയും മക്കയിലെ ഖുറൈശികളെ കാണുകയും ഖുറൈശികൾപ്പെട്ട പ്രമുഖന്മാരായ ആളുകളോടൊക്കെ ബദറിന് നമുക്ക് തിരിച്ചടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർക്കിടയിൽ ഇങ്ങനെ ഒരു പക ഉണ്ടാക്കിയെടുക്കുകയും പിന്നെ ഉഹദിലേക്ക് ഖുറൈശികളെ കൊണ്ടുവരുന്നതിൽ നല്ലൊരു പങ്ക് ഈ അബു ആമിർ എന്ന് പറയുന്ന ആൾ വഹിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഉഹദിൽ ഇയാൾ വന്നു. ഉഹദിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിം സൈന്യവും അതുപോലെ തന്നെ ഖുറൈശികളും ഇങ്ങനെ നിൽക്കുന്ന ആ യുദ്ധഭൂമിയിൽ പ്രവാചകനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചതിക്കുഴികൾ കുഴിച്ചത് ഇയാളായിരുന്നു. ഇയാൾ കുഴിച്ച ഒരു കുഴിയിലാണ് നമ്മൾ ഉഹദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഇയാളുടെ പേര് പരാമർശിച്ചിട്ട് പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ വീഴുന്നത്, പ്രവാചകൻ്റെ പല്ല് പൊട്ടുന്നതും അതുപോലെ തന്നെ മുറിവുണ്ടാകുന്നതും ഒക്കെ ആ കുഴിയിൽ നിന്ന് വീഴുമ്പോഴും മറ്റുമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത മനുഷ്യനാണ് ഇയാൾ. അപ്പോൾ ഇയാളുടെ ചരിത്രത്തിൽ അബു ആമിർ അർ റാഹിബ് എന്നതിന് പകരം അബു ആമിർ അൽ ഫാസിഖ് എന്നാണ് ചരിത്രത്തിൽ ഇയാൾ അറിയപ്പെടുന്നത്. ഇയാൾ ഈ പറഞ്ഞ ഖസ്റജ് ഗോത്രക്കാരൻ. ഇയാൾ തന്നെ ഉഹദ് യുദ്ധത്തിൽ ആദ്യമായി ദ്വന്ദ്വയുദ്ധം നടത്താൻ വെല്ലുവിളിച്ചുകൊണ്ട് ദ്വന്ദ്വയുദ്ധം നടത്താൻ ഇയാൾ ഒക്കെ മുന്നിട്ട് വരുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഉഹദിലും എന്താണ് ഉണ്ടായത് നമുക്കറിയാം. പിന്നെ ഉഹദിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇയാൾ മദീനയിലായിരിക്കുമ്പോൾ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇയാൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഇയാൾക്ക് ഖുർആൻ പാരായണം ചെയ്ത് കൊടുക്കുകയും ഖുർആൻ വിശദീകരിച്ച് കൊടുക്കുകയും ഇയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇയാൾ സ്വീകരിക്കാതെ പിന്നീട് പിന്തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഇയാളുടെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഈ ശത്രുതയും ഇത്രയധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് കാരണം ഇയാൾക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക വരെ ഉണ്ടായിട്ടുണ്ട്. ഉഹദ് കഴിഞ്ഞപ്പോൾ ഇയാൾ മനസ്സിലാക്കി ഇനിയിപ്പോൾ ഖുറൈശികളുടെ കൂടെ നിന്നിട്ടൊന്നും കാര്യമില്ല. ഈ മദീനയെ ആക്രമിച്ച് മുസ്ലിങ്ങളൊക്കെ കീഴ്പ്പെടുത്തണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ നാമാവശേഷമാക്കണമെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഇയാൾ തീരുമാനിക്കുകയാണ് റോമൻ രാജാവായ ഹെറാക്ലിയസിൻ്റെ അടുത്ത് പോകാം. അയാളുടെ അടുത്ത് ചെന്ന് സംസാരിച്ച് അവിടെ നിന്നൊരു സൈന്യവും അവിടെ നിന്നൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി തിരിച്ചു വരാം. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന സമയത്തും ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്തും ഏകദേശം 6-7 വർഷങ്ങളുണ്ടല്ലോ. ഈ സമയത്തൊക്കെയും ഇയാൾ പലവിധ പ്ലാനുകളുമായി റോമിലേക്ക് പോകും, ഷാമിലേക്ക് പോകും. ഹിറക്കൽ രാജാവിനെ ഇയാൾ കണ്ടു. ഹിറക്കൽ രാജാവുമായി ബന്ധം സ്ഥാപിച്ചു. ഹിറക്കൽ രാജാവ് ക്രിസ്തുമത വിശ്വാസിയാണ്. അതുപോലെ തന്നെ ഇയാളുടെ നാട്ടിലുള്ള മദീനക്കാരായ നിഫാഖ് ഒളിപ്പിച്ച് വെച്ച് നടക്കുന്ന നിഫാഖുള്ള മുനാഫിക്കുകളെ ആളുകൾക്ക് ഇയാൾ കത്തെഴുതും, അവരുമായി ബന്ധം സ്ഥാപിക്കുക. എപ്പോഴാണ് നമുക്കൊരു കറക്റ്റൊരു ടൈം കിട്ടുക, ആ സമയത്ത് നമുക്ക് മദീനെ കീഴടക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും നമുക്ക് റെഡിയാക്കണം എന്ന് പറയുന്ന ആ ഒരു ബന്ധം ഇങ്ങനെ ഒരു അന്തർധാരയിലൂടെ ഇങ്ങനെ സജീവമായി നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പള്ളി ഉണ്ടാക്കണം എന്ന ഇയാളുടെ ഒരാശയത്തിൽ നിന്നാണ് ഇവിടെയുള്ള മുനാഫിക്കുകൾ അതിന് ഇയാൾ ഒരു രാഷ്ട്രീയമായി ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ പല വാർത്തകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന പോലെ വളരെ പ്ലാൻഡായിട്ട് ഇയാൾ എന്ത് ചെയ്തു, മസ്ജിദുൽ ദിറാർ ഉണ്ടാക്കിയത് വെറും ഒരു കപടവിശ്വാസികൾക്ക് ചേർന്നിരിക്കാൻ മാത്രമല്ല, കപടവിശ്വാസികളുടെ മീറ്റിങ്ങുകൾക്ക് വേണ്ടി. അത് അങ്ങനെ തന്നെ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആ മസ്ജിദുൽ ദിറാറിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്ന ആയുധങ്ങൾ, ഹിറക്കൽ രാജാവ് സഹായിക്കുന്ന റോമിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന ആയുധങ്ങളൊക്കെ സൂക്ഷിച്ച് മസ്ജിദുൽ ദിറാറിൽ എന്ത് ചെയ്യുക, ഒരു ആയുധങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുക. തഞ്ചം കിട്ടുമ്പോൾ മദീനക്കുള്ളിൽ നിന്ന് തന്നെ നമുക്ക് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ കഴിയും, മദീന പിടിച്ചെടുക്കാൻ കഴിയും എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ നടത്തിയിരുന്ന ഈ അബു ആമിർ, അതുപോലെ തന്നെ ഇവിടെ മുനാഫിക്കുകൾ. അങ്ങനെയാണ് ഇവർ
മസ്ജിദ് ഖുബായിനടുത്ത്, മദീനയുടെ ഒരു മക്കയിൽ നിന്ന് വരുമ്പോൾ മദീനയിലേക്ക് പ്രവേശിക്കുന്ന അർത്ഥം, മദീനയിൽ നിന്ന് കുറച്ച് മസ്ജിദ് നബവിയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ടല്ലോ മസ്ജിദ് ഖുബായിലേക്ക്, ഇസ്ലാമിൽ ആദ്യത്തെ നിർമ്മിക്കപ്പെട്ട പള്ളി. മസ്ജിദ് ഖുബായിനടുത്താണ് ഇവർ മസ്ജിദുൽ ദിറാർ എന്ന് പറയുന്ന ഈ മസ്ജിദ് നിർമ്മിക്കുന്നത്. ഇവരതിന് കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ പറഞ്ഞ ഖുബായിൽ നിന്ന്, ഖുബാ പ്രദേശത്തുള്ള ആളുകൾ അവിടെയും അവർ മസ്ജിദ് ഖുബായിലാണല്ലോ നിസ്കരിക്കാം. അപ്പോൾ മസ്ജിദുൻ നബവിയിലേക്ക്, ഇതിനും മസ്ജിദ് ഖുബായിനോട് താരതമ്യം അടുത്താണ് ഇവരുണ്ടാക്കിയ പുതിയ പള്ളി. അപ്പോൾ മസ്ജിദുൻ നബവിയിലേക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, നിസ്കരിക്കാം. അതുപോലെ തന്നെ മഴയും തണുപ്പ് കാലമൊക്കെ വരുമ്പോൾ എല്ലാവർക്കും സുബഹി ജമാഅത്തിനും ഒന്നും മസ്ജിദുൻ നബവിയിലേക്കൊന്നും റസൂലിൻ്റെ അടുത്തേക്കൊന്നും വരാൻ കഴിയില്ലല്ലോ, അതിൽ രോഗികളായ ആളുകളുണ്ടോ അങ്ങനെ. അപ്പോൾ ഈ പ്രദേശത്തുകാരായ ആളുകൾക്കൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു, നിങ്ങളൊന്ന് വന്ന് ഒരു വക്ത് എന്ത് ചെയ്യണം, പ്രവാചകരെ നിങ്ങൾ നിസ്കരിക്കണം. പിന്നെ അവർക്ക് ബാക്കിയുള്ളവരോട് പറയാമല്ലോ, റസൂൽ വന്ന് നിസ്കരിച്ചു, അന്നത്തെ ഒരു ഉദ്ഘാടനം, റസൂൽ വന്ന് നിസ്കരിച്ചു, ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും നിസ്കരിക്കാം എന്നതിന് വേണ്ടി അവർ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞു, ഇന്ന അലാ സഫർ, നമ്മളിപ്പോൾ ഒരു യാത്രയുടെ വക്കിലാണല്ലോ, ഇതാ റജഅന ഇൻഷാ അല്ലാഹ്, മടങ്ങി വന്നിട്ട് നമുക്ക് നോക്കാം എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ തബൂക്ക് കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയ്ക്ക് തന്നെ, എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മസ്ജിദും ഈ മസ്ജിദിനെ പറ്റി എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്നും വിശുദ്ധ ഖുർആനിലൊരു ആയത്ത് എന്നോണം തന്നെ മുസ്ലിങ്ങളെ അറിയിക്കുകയും വിശുദ്ധ ഖുർആനിൽ ഇന്നും നമ്മൾ പാരായണം ചെയ്യുന്ന രൂപത്തിൽ ആ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും ചെയ്തു. വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, ആ മുസ്ലിങ്ങൾക്കിടയിൽ ഉപദ്രവമുണ്ടാക്കുക, കുഫറുണ്ടാക്കുക, അവരെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പള്ളി ഉണ്ടാക്കിയ ആളുകൾ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിചയപ്പെടുത്തുകയും ലാ തഖും ഫീഹി അബദ, ഒരിക്കലും പ്രവാചകരെ അവിടെ പോയി നിസ്കരിക്കുകയേ ചെയ്തു പോകരുത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി, ആദ്യം മുതലേ ഒന്നാമത്തെ ദിനം മുതൽ തഖ്വയിൽ അധിഷ്ഠിതമായി പടുത്തുയർത്തപ്പെട്ട പള്ളിയിലാണ് പ്രവാചകരെ നിങ്ങൾ നിസ്കരിക്കാൻ ഏറ്റവും അർഹമായിട്ടുള്ളത് മസ്ജിദുൻ നബവി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തബൂക്കിൽ നിന്ന് തിരിച്ചു വന്ന് മദീനയിലേക്ക് എത്താൻ ഒരു ദിവസത്തെ ഒരു യാത്ര അത്രമാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ ആയത്തും ഇതൊക്കെ അവതരിക്കുന്നത്. ഇവരുടെ യഥാർത്ഥ ഈ മസ്ജിദിനെ പറ്റിയുള്ള ശരിയായ വിവരം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം ഈ മസ്ജിദ് നിൽക്കുന്ന പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത് ജീവിക്കുന്ന ബനൂ സാലിം ഗോത്രം, ബനൂ സാലിം ബിൻ ഔഫ് ഗോത്രം, ആ ഗോത്രത്തിലെ ഒരു അംഗമായ മാലിക് ബിൻ ദുർഷും എന്ന സ്വഹാബിയെയും അതുപോലെ മഅൻ ബിൻ അദി എന്ന് പറയുന്ന രണ്ട് സ്വഹാബിമാരെയും വിളിച്ചു. അവരോട് ഈ മസ്ജിദ് തകർക്കാൻ വേണ്ടി അവരെ നിയോഗിച്ച് അയക്കുകയും ചെയ്തു. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും, ഇൻതലിഖ ഇലൽ ഹാദൽ മസ്ജിദ് ദാലിമി അഹ്ലു ഫഹ്ദിമാഹു വഹദ്ദിഖ, അത് തകർക്കണമെന്നും അത് തീയിട്ട് ചുട്ട് ചാമ്പലാക്കണം എന്നുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞ രണ്ടാളുകൾ മാലിക് അതുപോലെ തന്നെ മാൻ എന്ന് പറയുന്ന രണ്ട് സ്വഹാബിമാർ അവിടെ പോയി. മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബക്കാരാണ്, ബനു സാലിം കുടുംബക്കാരൻ നമ്മൾ പറഞ്ഞു. അദ്ദേഹം ആ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ആദ്യം ആ ഗോത്രത്തിൽ ചെന്ന് ഒരു ഉണങ്ങിയ ഈന്തപ്പന ശരിയാക്കി അതിൽ ഒരു ചൂട്ട് പോലെ അത് കത്തിച്ച് അതും കൊണ്ട് ആ മസ്ജിദിൽ അപ്പോഴും കുറേ ആളുകൾ, ആരാണെന്നറിയില്ല, മുനാഫിക്കുകളോ മറ്റോ ആയിരിക്കാം, അപ്പോഴും നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളൊക്കെ ഉണ്ട്. ആ നിസ്കാരം അപ്പോഴും ആരാധനകളൊക്കെ നടത്തുന്ന ആളുകളുള്ള ആ മസ്ജിദിലേക്ക് അവർ കയറി ചെല്ലുകയും ആ മസ്ജിദ് കത്തിച്ച് ചാമ്പലാക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെയാണ് മസ്ജിദുൽ ദിറാറിൻ്റെ അന്ത്യം. വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ, അവർ കള്ളന്മാരാണ് എന്നതിന് അള്ളാഹുവാണ് അതിൻ്റെ സാക്ഷി എന്നാണ് ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്. ഏതായിരുന്നാലും ആ സംഭവം കഴിഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നിഫാക്ക് കൊണ്ടും അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞുന്ന ആളുകളോടൊപ്പം യാതൊരു കുഴപ്പവുമില്ലാത്ത, ഒരു ന്യായവും ഇല്ലാത്തതോടൊപ്പം തന്നെ നിഫാക്കൊന്നുമില്ലാത്ത മുസ്ലിമീങ്ങളായ ചില ആളുകൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞിരുന്നു. അതിൽ ചില ആളുകൾ പിന്നെ തബൂക്കിലേക്ക് പോവുകയും ചെയ്തു, ചില ആളുകൾ പോയതുമില്ല. അതിൽ പ്രധാനികളായ ആളുകളാണ് ഒന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. തബൂക്ക് യുദ്ധത്തിൻ്റെ ഒരുക്കങ്ങളും മറ്റുമൊക്കെ ഉദ്ധരിച്ചപ്പോൾ ഇന്നും ഒരു റിപ്പോർട്ട് സൂചിപ്പിച്ചപ്പോൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹുവിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ ഉദ്ധരിച്ചത്. കഅബ് ഇബ്നു മാലിക്, മുറാറത്ത് ഇബ്നു റബീഅ, ഹിലാൽ ഇബ്നു ഉമയ്യ എന്നീ മൂന്നാളുകളാണ് തീരെ പോകാതിരുന്ന ആളുകൾ.
ഒരു ന്യായവും അവർക്കില്ലായിരുന്നു, ഒരു ഒഴിവ് കഴിവും ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ടും പോയില്ല. മുഅ്മിനീങ്ങളാണവർ. മുനാഫിക്കുകളോ നിഫാക്കിൻ്റെ അംശമുള്ള ആളുകളോ ഒന്നുമല്ല അവർ. ഖുർആനിൽ അല്ലാഹു അവരെക്കുറിച്ച് അല സലാസത്തിൽ ലദീന ഖുല്ലിഫു എന്ന് പറഞ്ഞ് ആ 3 പേർ എന്ന് പറഞ്ഞ് പരാമർശിച്ചിട്ടുമുണ്ട്. അവർ പിന്നെ അത് നമുക്ക് തബൂക്ക് യുദ്ധത്തിന് ശേഷം ഉണ്ടാകുന്ന ആ സന്ദർഭങ്ങൾ നമുക്ക് അവിടെ വിശദീകരിക്കാം. അതുപോലെ തന്നെ അബൂദർ റളിയല്ലാഹു അൻഹു, അബൂ ലുബാബ, അബൂ ഖൈസമ, ഈ പറഞ്ഞ ആളുകളുമൊക്കെയും പിന്തിരിഞ്ഞ ആദ്യ സമയത്ത് പിന്തിരിഞ്ഞ ആളുകളായിരുന്നു. ഒരു കുഴപ്പമില്ല, ഇവർക്കൊന്നും നിഫാക്കുള്ള ആളുകളൊന്നുമല്ല. അബൂദർ റളിയല്ലാഹു ഒക്കെ നമുക്ക് കേട്ട് പരിചയമാണ്. പക്ഷേ ഈ പറഞ്ഞ 3 പേരൊഴിച്ച് ബാക്കിയുള്ള ആളുകൾ അബൂദർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു ഒക്കെ പിന്നെ എന്ത് ചെയ്തു? പിന്നെ ആ സൈന്യം പുറപ്പെട്ട് കഴിഞ്ഞ് പിന്നെ അവരുടെ ഒരു ഇതനുസരിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ അവർ പുറപ്പെടുകയും തബൂക്കിൽ എത്തിച്ചേരുകയും ഒക്കെ ചെയ്തു. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ തബൂക്ക് യുദ്ധത്തിലേക്കുള്ള യാത്ര തുടങ്ങി 30,000-ത്തിലധികം ആളുകൾ ആ സൈന്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹുവിനെ മദീനയുടെ ഒരു കൈകാര്യകർത്താവായി പ്രവാചകൻ നിശ്ചയിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്ന പ്രവാചക സദസ്യയുടെ ബാങ്കുവിളി മുഅദ്ദിനും അന്ധനുമായിരുന്ന സ്വഹാബിയെ നിസ്കാരത്തിന് ഇമാമായി നിശ്ചയിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ വേണ്ടി മദീനയിൽ തന്നെ നിൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. അതിൽ അദ്ദേഹത്തിന് പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. പ്രവാചകരെ, എന്നെ നിങ്ങൾ ഇവിടെ കുട്ടികൾക്കോ സ്ത്രീകളെയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വിട്ടിട്ട് പോവുകയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് തിരിച്ചു പറയുന്നുണ്ട്, അലാ തർദ അൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ. ഹാറൂൻ മൂസയ്ക്ക് എങ്ങനെയായിരുന്നു അതേ സ്ഥാനത്താണ് അലി എനിക്ക് നീ. അങ്ങനെ ഒരു ബന്ധം നമുക്കിടയിലുള്ളത് അലി, നീ അത് തൃപ്തിപ്പെടുന്നില്ല, നിനക്കത് സന്തോഷകരമല്ലേ? ഇല്ല അന്നഹു ലൈസ നബിയുൻ ബഅദി. പക്ഷെ മൂസ ഉള്ളപ്പോഴും അതിനുശേഷവും ഹാറൂൻ നബിയായിരുന്നുവെങ്കിൽ എനിക്ക് ശേഷം ഒരു നബി ഇല്ല. അത് അങ്ങനെ ഒരു വ്യത്യാസം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മൂസയും ഹാറൂനും പോലെയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയും അതിൽ തൃപ്തിപ്പെടുകയും അലി റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു നിർദ്ദേശപ്രകാരം അവിടെ തന്നെ തുടരുകയുമാണ് ഉണ്ടായത്. പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടങ്ങി മദീനയിൽ നിന്ന് കുറച്ച് അപ്പുറത്തെത്തി ആദ്യത്തെ ദിവസം തമ്പടിക്കുമ്പോൾ പിന്നെയും ചില മുനാഫിക്കുകളെ ആളുകൾ അലി റളിയല്ലാഹുവിനെ നിങ്ങളോട് അത്ര താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് റസൂൽ നിങ്ങളെ കൊണ്ടുപോകാത്തത് എന്നൊക്കെ പറഞ്ഞ് പിരികയറ്റാൻ ശ്രമിച്ചപ്പോൾ പിന്നെ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലുള്ള വാചകങ്ങൾ വീണ്ടും ആവർത്തിക്കുകയും അദ്ദേഹം സന്തോഷത്തോടെ തന്നെ തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പ്രവാചകൻ അവിടെ ഒരു സ്ഥലത്ത് തമ്പടിച്ചു. സനിയത്തുൽ വദ എന്ന് പറയുന്ന ആ സ്ഥലത്ത് തമ്പടിച്ചപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, അയാൾ ഇപ്പോഴും ഉണ്ട്. മദീനയിൽ നിന്ന് ഒരു ദിവസത്തെ വഴിദൂരം, ഒരു തൊട്ടടുത്തൊരു സ്ഥലമാണ്, ഒരു ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ് സനിയത്തുൽ വദ. അവിടുത്തെ പ്രവാചകൻ തമ്പടിക്കുന്നു. അപ്പം അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ കുറച്ച് മാറിയാണ് തമ്പടിക്കുന്നത്. മുസ്ലിം സൈന്യത്തിനോട് ഒപ്പമല്ല, കുറച്ചിങ്ങോട്ട് മാറി ഒരു മലഞ്ചെരുവിൽ ആണ്, ഒരു താഴ്ന്ന പ്രദേശത്താണ് അയാൾ തമ്പടിക്കുന്നു. എന്നിട്ട് അയാളും തൻ്റെ കൂടെയുള്ള മുനാഫിക്കുകളും പറയണം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഈ മഞ്ഞക്കാരോട്, ഈ റോമക്കാരോട് യുദ്ധം ചെയ്യാൻ വേണം ഈ ചൂടത്ത്, ഇത് വിളവെടുക്കുന്ന സമയത്ത്, ആളുകൾക്ക് ഇങ്ങനെ പ്രയാസപ്പെടുന്ന സമയത്ത്, മാലാ താഖത്ത ലഹു ബി, ഇതൊന്നും അവനെ കൊണ്ട് കഴിയുന്ന കാര്യമാണ് എന്ന് തോന്നുന്നില്ല. ഒരു ശക്തിയും ഇതില്ലല്ലോ. യഹ്സബു അന്ന ഖിതാലഹും മഅഹു അല്ലഇബ്, ഇതൊക്കെ ഒരു കളിയാണെന്നാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ്റെ വിചാരം എന്നൊക്കെ അയാൾ പറഞ്ഞു. എന്നിട്ട് അയാളപ്പം തീരുമാനിച്ചു ഇനി പോണ്ട. എന്നിട്ട് അയാൾ അവിടെ നിന്ന് അയാളുടെ കൂടെയുള്ള മുനാഫിക്കുകളെ കൊണ്ട് തിരിച്ചു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് തന്നെ മുനാഫിക്കുകളിൽ നിന്ന് ഈ തബൂക്ക് സൈന്യത്തിലെ ആ സൈന്യത്തെ അല്ലാഹു ശുദ്ധീകരിച്ചു എന്നാണ് സീറ പണ്ഡിതന്മാർ ഇതൊക്കെ എഴുതിയപ്പോൾ അവിടെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മുസ്ലിം സൈന്യത്തിൻ്റെ കൊടി സനിയത്തുൽ വദായിൽ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടി നിശ്ചയിച്ചു കൊടുക്കുന്നത്. അതിൽ മുസ്ലിം സൈന്യത്തിൻ്റെ മൊത്തം ഒരു സർവ്വ സൈന്യാധിപൻ്റെ ഒരു കൊടി എന്ന നിലക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈവശമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആ തബൂക്കിലെ ആ കൊടി ഏൽപ്പിക്കുന്നത്. സീറ പണ്ഡിതന്മാർ ഈ സംഭവത്തെ തെളിവാക്കിക്കൊണ്ട് പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും അവസാനത്തെ യുദ്ധത്തിൽ അതിലെ 30,000-ഓളം വരുന്ന മുസ്ലിം സമൂഹം അന്നുവരെ കണ്ടിട്ടില്ലാത്ത ആ ജനസമൂഹത്തിന് ഒരു സൈന്യത്തിൻ്റെ മൊത്തം സർവ്വ സൈന്യാധിപൻ്റെ കൊടി ഏൽപ്പിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആയതിനാൽ പ്രവാചകൻ പിന്നീട് തനിക്ക് ശേഷം വരുന്ന തൻ്റെ പിൻഗാമിയെക്കുറിച്ചുള്ള സൂചന നൽകുകയായിരുന്നു ആ കൊടി നൽകലിലൂടെ ചെയ്തത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ നമുക്ക് കഴിയും. ഔസ് ഗോത്രത്തിൻ്റെ കൊടി ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹുവിൻ്റെ കയ്യിലും ഖസ്റജ് ഗോത്രത്തിൻ്റെ കൊടി ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹുവിൻ്റെ കയ്യിലുമായിരുന്നു. ഹുസാ ഗോത്രക്കാരായ അൽഖമ എന്ന് പറയുന്ന ഒരാളായിരുന്നു തബൂക്കിലേക്കുള്ള വഴി കാണിക്കാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചത്. അയാളാണ് ആ വഴിയെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾ. അപ്പോൾ വഴികാട്ടിയായി അയാളെയാണ് നിശ്ചയിച്ചത്.
ഏതായിരുന്നാലും മൊത്തത്തിൽ 4 തരത്തിലുള്ള ആളുകൾ ഈ പറഞ്ഞ യുദ്ധത്തിൽ നിന്ന് പിന്തിരിച്ചുന്ന ആളുകളുണ്ടായിരുന്നു. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കുറേ ആളുകൾ പിന്തിരിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകൾ അലി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ഇബ്നു മസ്ലമ, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം, അവരൊക്കെയും തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്തവരെ പോലെ അതിൻ്റെ പ്രതിഫലം പറ്റുന്ന പ്രവാചകൻ്റെ കൽപ്പനയനുസരിച്ച് മദീനയിൽ തന്നെ നിന്ന ആളുകളാണ്. മറ്റൊരു ഭാഗം ആളുകൾ, ഇളവുള്ള ആളുകൾ, രോഗികളും ദുർബലരും, നേരത്തെ റസൂലിൻ്റെ അടുത്ത് ഒരു വാഹനം പോലും ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്ന സ്വഹാബിമാർ, അവരൊക്കെയും ഇളവുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളും മദീനയിലുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകൾ മനഃപൂർവ്വം നിന്ന മുസ്ലിങ്ങളായ തന്നെ ആളുകൾ, കഅബ് ഇബ്നു മാലിക്കും അതുപോലെ തന്നെ മുറാറത്ത് ഇബ്നു റബിയും ഹിലാൽ ഇബ്നു ഉമയ്യ പോലെയുള്ള ആളുകൾ മുസ്ലിങ്ങളാണ്, മുനാഫിക്കുകളൊന്നുമല്ല. പക്ഷേ അവർ ഒരു വലിയ തെറ്റ് ചെയ്തു, വലിയൊരു കുറ്റം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളും മദീനയിലുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അറാബികളും മുനാഫിക്കുകളും ഇസ്ലാമിനോട് തീരെ താല്പര്യമില്ലാത്ത മുസ്ലിങ്ങൾ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ആളുകളും ഇപ്പോൾ മദീനയിലുണ്ട്. ബാക്കിയുള്ളവരൊക്കെയും കഴിവുള്ളവരൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തബൂക്കിലേക്കുള്ള സൈന്യത്തിലാണുള്ളത്. ഈ തബൂക്കിലേക്കുള്ള യാത്രയിൽ തന്നെ പ്രധാനപ്പെട്ട കുറച്ചുകൂടി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാമെന്ന് തോന്നുന്നു. സമൂദ് ഗോത്രം, സ്വാലിഹ് നബി അലൈഹി സ്വലാം നിയോഗിക്കപ്പെട്ട ഒട്ടകം ഒരു ദൃഷ്ടാന്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്ത സമൂദ് ഗോത്രത്തിൻ്റെ വാസസ്ഥലം. സമൂദ് ഗോത്രം അറബി ഗോത്രമാണ്, അറബികളുടെ പുരാതന അറബി ഗോത്രമാണ്. നബിമാരിൽപ്പെട്ട അറബ് പ്രവാചകന്മാരിൽപ്പെട്ട ഒരാൾ കൂടിയാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം. ഹൂദ് നബിയെപ്പോലെ, ഷുഐബ് നബിയെപ്പോലെ 4 പ്രവാചകന്മാരാണ് അറബി പ്രവാചകന്മാർ. ഈ പറഞ്ഞതല്ലേ, ഹൂദ് നബി അലൈഹി സ്വലാം, സ്വാലിഹ് നബി അലൈഹി സ്വലാം, ഷുഐബ് നബി അലൈഹി സ്വലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇവരുടെ വാസസ്ഥലം അള്ളാഹു നശിപ്പിച്ച ഈ സ്വാലിഹ് നബിയുടെ ആ ഒരു ദൃഷ്ടാന്തത്തെ, ഒട്ടകത്തെ അറുക്കുകയും ഒക്കെ ചെയ്ത അങ്ങനെ ഒരു ധിക്കാരികളായ ആ ജനത, സമൂദ് എന്ന വലിയ ശക്തി ഉണ്ടായിരുന്ന അഹങ്കരിച്ചിരുന്ന ആ ജനത ഇന്നും സൗദി അറേബ്യയിൽ പോയി അൽ ഉല എന്ന പേരിൽ അവിടെ പ്രദേശം നമുക്ക് കാണാൻ കഴിയും. അൽ ഹിജ്ർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹായ ഹദീസുകളിലൂടെയൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനടുത്തുകൂടി കടന്നു പോകുന്നത് ഈ യാത്രയിലാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വളരെ അപൂർവമായി പ്രവാചകൻ ഒരു സ്വഹാബിയുടെ മഅമൂമായി നിസ്കരിച്ച് പ്രവാചകന് ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയി. തിരിച്ചു വന്നപ്പോൾ ഒരു സ്വഹാബിയെ ഇമാമ് നിൽക്കുന്നു. പ്രവാചകൻ ആ സ്വഹാബിൻ്റെ പേരിൽ മഅമൂമായി നിന്ന് നിസ്കരിച്ച് പിന്നെ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയ റക്അത്ത് പൂർത്തിയാക്കുന്നത്, അങ്ങനെ തുടങ്ങി പല സംഭവങ്ങളും ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം. ഏതായാലും റമദാനിന് മുമ്പുള്ള അവസാനത്തെ ക്ലാസ്സാണത്. റമദാനിൽ നമുക്ക് മറ്റ് ക്ലാസ്സുകളുണ്ട് പള്ളിയിൽ, നമുക്ക് ഒരുപാട് ഇബാദത്തുകളും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നറിയാമല്ലോ. കഴിഞ്ഞ റമദാനിലും ഒക്കെ നമ്മൾ സീറ ക്ലാസ് നിർത്തിവെക്കാനുണ്ടായത്. അത് ഈ കൊല്ലവും നമ്മൾ തുടരുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ റമദാനിന് ശേഷം നമുക്ക്, പെരുന്നാളിന് ശേഷം നമുക്ക് ഇത് വീണ്ടും പുനരാരംഭിക്കാം. കഴിഞ്ഞ 2 റമദാനുകൾ, കഴിഞ്ഞ 2 വർഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖ് കൊണ്ട് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കാനുള്ളൊരു തൗഫീഖ് കിട്ടി. കഴിഞ്ഞതിന് മുൻപത്തെ റമദാനിന് ശേഷമായിരുന്നു നമ്മൾ ഈ സീറ ആരംഭിച്ചത്. ഇന്നത്തോടുകൂടി 70 ക്ലാസ്സുകൾ അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു. കൂടുതൽ പഠിക്കാനും ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിച്ചു എന്നതിൽ മേനി പറയുകയല്ല. കൂടുതൽ പഠിക്കാനും ഒരല്പസമയമെങ്കിലും അല്പസമയം നമുക്കത് തുടർച്ചയായി കൊണ്ടുപോകാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ടാണ് എന്നത് ഒരു ബോധ്യം നമുക്കുണ്ടാകണം എന്നതിന് വേണ്ടി സൂചിപ്പിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റാനും തിരുചര്യകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യാനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതേ ആദർശങ്ങളും നയനിലപാടുകളും ജീവിതത്തിൽ മുഖമുദ്രയാക്കി സ്വീകരിക്കാനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന പാഠങ്ങൾ ജീവിതത്തിൽ പുലർത്തി പകർന്നു കൊടുക്കാനും പ്രവാചകൻ്റെ സ്വഹാബിമാർ, അനുചരന്മാർ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും ഈ ആദർശത്തിന് വേണ്ടി, തൗഹീദിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായതും വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ജാഹിദു ഫീ സബീലില്ലാഹി ബി അംവാലിഹിം വ അൻഫുസിഹിം, സ്വന്തം ജീവനും സ്വന്തം സമ്പത്തും തനിക്കുള്ളതെന്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിക്കാൻ തയ്യാറായി ഇറങ്ങിയതുമൊക്കെ ഒരു പാഠമായി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വ അലാ ആലിഹി വസഹാബതിഹി കുല്ലിഹിം അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹ്.